കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച വിധി പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ അതിലുണ്ട്. കോടതി അനുമതിയില്ലാതെ രാജ്യം വിടാൻ പാടില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ പരസ്യ പ്രസ്താവനകളോ പാടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വിധി പകർപ്പിലുണ്ട്. വിശദാംശങ്ങളുമായി PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്തൊക്കെയാണ് പകർപ്പിലുള്ളത്? അതിന് ഇപ്പോഴാണ് ആ ജാമ്യ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ചില വ്യവസ്ഥകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതി അനുമതിയില്ലാതെ കന്യാസ്ത്രീകൾ രാജ്യം വിടാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ പാസ്പോർട്ടുകൾ കോടതിക്ക് നൽകണം. ഇതുകൂടാതെ തന്നെ മാധ്യമങ്ങളോട് ഒരു ഇന്റർവ്യൂ നൽകുവാനോ പരസ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുവാനോ പാടില്ല എന്നതാണ് ഇപ്പോൾ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 50,000 രൂപയും 2 പേരുടെ ആൾജാമ്യവുമാണ് ഇതിനു വേണ്ടി ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ NIA ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇവർ എവിടെയാണോ ഈ ജാമ്യം ലഭിച്ച് ഇവർ എവിടെയാണോ നിൽക്കുന്നത് ആ പരിധിയിലുള്ള NIA ഓഫീസറെ കൃത്യമായി ഇക്കാര്യം അറിയിക്കണം. അതുപോലെ തന്നെ ബെയിലിൽ ഉള്ള ജാമ്യത്തിലുള്ള സമയത്ത് തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ ഇവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെയുള്ള സ്റ്റേഷൻ SHOയെ ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്ന് കൂടി ഇപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം ഇത് സാധാരണ രീതിയിലുള്ള ഒരു ജാമ്യ വ്യവസ്ഥകൾ മാത്രമാണ്. ഇതുകൂടാതെ തന്നെ തെളിവുകൾ നശിപ്പിക്കുവാനോ ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കരുതെന്ന് കൂടി ഇപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ജാമ്യ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ജാമ്യ ഉത്തരവ് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തും. അത് ഇമെയിലായിട്ട് അയക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി അവിടെ നിന്ന് കൂടി ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പിന്നീട് നേരിട്ടാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. നേരിട്ട് തന്നെ ആ ദുർഗിലെ ജയിലിലേക്ക് എത്തിക്കും. ദുർഗിലെ ജയിലിലേക്ക് എത്തി കഴിഞ്ഞാൽ ഉടനടി തന്നെ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതാണ് അവർ പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുന്നു. ബന്ധുക്കളും നേതാക്കളും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ എന്നൊക്കെയുള്ളത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ അരവിന്ദ്, ഇതിൽ ഈ ജാമ്യ വ്യവസ്ഥകളിൽ പറയുന്ന കാര്യത്തിൽ FIR റദ്ദാക്കാതെ ഇവർക്ക് ഒരു സ്വതന്ത്രമായിട്ട് നേരത്തെയുള്ള ജീവിതത്തിലേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇത് നിയമപരമായിട്ട് ഇത് സാധാരണമായി നൽകുന്നതാണ് ജാമ്യ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ FIR റദ്ദാക്കുന്നതിലേക്കുള്ള നിയമ പോരാട്ടത്തിന് കടക്കേണ്ടതുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇനി അതിൽ അന്വേഷണം ഏത് തരത്തിലായിരിക്കും നടക്കുക? ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. അന്വേഷണം നടക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യൽ വിളിക്കുമ്പോൾ ഹാജരാകണം എന്നത്. അതാണ് ഈ കേസ് റദ്ദാക്കാതെ അതിൽ നിന്നൊരു മോചനം ഈ കന്യാസ്ത്രീകൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം നമുക്കറിയാം ഇത് പ്രാരംഭഘട്ടത്തിൽ എന്നതാണ് പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണം ഇനി പുരോഗമിക്കുന്നു. പക്ഷെ ഇത് കള്ളക്കേസാണെന്ന് ഈ കന്യാസ്ത്രീകൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഈ പെൺകുട്ടികളടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. കാരണം ഇത് കള്ളക്കേസാണെന്നും ഇത് റദ്ദാക്കണമെന്നും അത് റദ്ദാക്കുന്നത് വരെ ഈ കേസുമായി കന്യാസ്ത്രീകൾക്ക് സഹകരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഛത്തീസ്ഗഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത്. ഈ കേസിന്റെ ചോദ്യം ചെയ്യൽ എപ്പോൾ വിളിച്ചാലും ഈ കന്യാസ്ത്രീകൾ സർക്കാരിന്റെ എത്രത്തോളം സഹായം ഉണ്ടാവുമെന്നുള്ളതാണ്. കുറച്ചു മുമ്പാണ് പംപ്ലാനിയൊക്കെ പ്രതികരിച്ചത്. ഇതിൽ ആഭ്യന്തരമന്ത്രിയോടും നരേന്ദ്രമോദിയോടും ഒക്കെ വലിയ നന്ദിയുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ആ നന്ദി ഛത്തീസ്ഗഡ് BJP-യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ BJP അവിടെ ആ തരത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കേസ് അന്വേഷണത്തിൽ ഉൾപ്പെടെ നടത്താനുള്ള സാധ്യതയാണോ? ഇല്ലെങ്കിൽ ഇവരെ വീണ്ടും പൂട്ടിക്കളയാം എന്നുള്ള തീരുമാനത്തിലേക്കായിരിക്കുമോ എത്തുക? പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, കോൺഗ്രസ് MP-മാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പാർലമെന്റിൽ ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാനായിരിക്കില്ലേ BJP ഇതിൽ ശ്രമിക്കുക? സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ വിധി പകർപ്പിൽ ഉള്ളതുപോലെയുള്ള എത്ര കാലം ആ രീതിയിൽ തന്നെ പോകേണ്ടി വരുമെന്നത് നമുക്ക് കണക്കാക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം ഈ ജാമ്യം അപേക്ഷ അല്ലെങ്കിൽ ജാമ്യത്തിലൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഛത്തീസ്ഗഡ് BJP സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ കന്യാസ്ത്രീകൾ പെൺകുട്ടികളുടെ കഴുത്തിൽ കയർ കുരുക്കി പോകുന്നതും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും കന്യാസ്ത്രീകളുടെ കാലിൽ വീട് കിടക്കുന്നതുമായിരുന്നു BJP സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുന്നവർക്ക് കോൺഗ്രസ് അനുകൂലം എന്നൊരു പ്രസ്താവനയായിരുന്നു അതിലൂടെ BJP
നടത്തിയത്. പക്ഷെ അതിന് പിന്നാലെ അരമണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റ് BJP പിൻവലിക്കുകയായിരുന്നു. വലിയ വിമർശനം ഉയർന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് നടന്നത് കൊണ്ടാണോ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു. പക്ഷേ BJP നേതാക്കൾ, കേരളത്തിലെ BJP നേതാക്കൾ ഇവിടെ എത്തി ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് അത് വലിയ പ്രശ്നമുള്ള സംഭവമാണോ, അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഛത്തീസ്ഗഡ് സർക്കാർ അനുകൂലമായി നിന്നില്ലെങ്കിൽ ജാമ്യം ലഭിക്കുമായിരുന്നു എന്നൊരു ചോദ്യമാണ് ഷോൺ ജോർജും അതുപോലെ തന്നെ അനൂപ് ആന്റണി അടക്കം. അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ അരവിന്ദ്? കാരണം ഇന്നിപ്പോ എന്താണ്, ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂട്ടർ ഇന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ അത്തരത്തിൽ ശ്രമിച്ചു എന്നുള്ള വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഈ പകർപ്പ് പോലും പുറത്തു വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ കോടതിയിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ BJPയുടെ വാദം അവിടെ പൊളിയുന്നുണ്ട്. അതിപ്പോ കേരളത്തിൽ നിന്ന് പോയവരാണെങ്കിലും ജാർഖണ്ഡിലുള്ളവരായാലും കേന്ദ്രം ഭരിക്കുന്ന അമിത്ഷാ ഉൾപ്പെടെ നൽകിയ വാക്കുകളാണെങ്കിലും അതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിൽ ആരാണ് ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക എന്നുള്ളൊരു പരിപാടി അവിടെ നടന്നു. നേരത്തെ ചാണ്ടി ഉമരൊക്കെ പറഞ്ഞതുപോലെ അവരത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു തന്ത്രം കൂടിയായി കാണേണ്ടതില്ലേ BJPയുടെ?